When mother was alone, deciding this. I was never alone. Question wrong ആണെങ്കിൽ ഞാൻ ചോദിക്കാം. Okay. This call within the call, when mother was discerning about this, how was it? How did mother manage this whole process, standing alone and being firm with the decision that you want to go forward with this? ഫാമിലിയിലത്തെ ആ ഒരു ഫെയ്ത്തിൻ്റെ ആ ഒരു വിശ്വാസത്തിൻ്റെ ആ ഒരു ബലം, പിന്നെ സിസ്റ്ററായപ്പോൾ കിട്ടിയ ഫോർമേഷൻ, ആ ഒരു സ്പിരിച്വൽ ഗ്രൗണ്ടഡ്നെസ്സിൽ ഐ വാസ് നെവർ അലോൺ ആക്ച്വലി. ആ ഒരു ഹെവൻലി ഫാമിലി, ദൈവം വാസ് ഓൾവേസ് വെരി ലിവിങ് ആൻഡ് എ ലൈവ് റിയാലിറ്റി ഇൻ മൈ ലൈഫ്. താങ്ക്സ് ബി ടു ഗോഡ്. എനിക്ക് ഒരിക്കൽ പോലും ദൈവത്തിന് നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടേണ്ടി വന്നിട്ടില്ല. അതായത് ദൈവം അതും തൊട്ട് കളിക്കണ്ട. ദൈവം ദാറ്റ് ഈസ് വെരി ക്ലിയർ ഫോർ മീ. ദൈവം പറയുന്നത് ദൈവം. ചെറുപ്പത്തിൽ 5 വയസ്സിന് മുമ്പൊക്കെ മാതാപിതാക്കളിൽ നിന്ന് മാറി ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ ജീവിക്കേണ്ടി വന്ന സമയത്ത് മേ ബി അറ്റ് ദാറ്റ് ടൈം ദാറ്റ് ഗോഡ് rooted in my heart that God is there. ഒരു ഹ്യൂമൻ ബീയിങ്ങും ഇല്ലെങ്കിലും, ഒരു മനുഷ്യനില്ലെങ്കിലും, അപ്പോൾ ആ ഒരു അഷ്വറൻസ് ഐ ഓൾവേസ് ഹാഡ് ഇൻസൈഡ്. അപ്പോൾ ഒരു ലോൺലിനെസ് എന്ന് പറയാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കങ്ങനെ തോന്നിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ലോൺലി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങനെയില്ല. കാരണം ദിസ് ഹോൾ പ്രോസസ് ആസ് ഐ ഷെയർഡ്, it started with Holy Spirit speaking or Holy Mother speaking. Somebody is talking to me. Alone എന്ന് പറയുമ്പോൾ എന്താ, ഞാൻ ഒറ്റയ്ക്ക്, അങ്ങോട്ട് പറയാനും എന്നെ കേൾക്കാനും ആരുമില്ല എന്നുള്ളതല്ലേ. ഇത് അങ്ങനെയല്ല. ദ പ്രോസസ് ഓൺലി സ്റ്റാർട്ടഡ് വിത്ത് എ കോൺവെർസേഷൻ, ഒരു സംഭാഷണം എന്ന് വെച്ചാൽ വെറുതെ എയറിൽ സംസാരിക്കല്ല, ഒരു ഇമാജിനേഷന് മായയല്ല. അപ്പോൾ അതാ പറഞ്ഞേ, കത്തോലിക്ക സഭയുടെ ടീച്ചിങ്സും വിശുദ്ധ ഗ്രന്ഥം ബൈബിളിൻ്റെ ബേസ് നമ്മുടെ ഉള്ളിൽ സ്ട്രോങ് ആണെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്വരം മനസാക്ഷിയിൽ ദൈവത്തിൻ്റെ സ്വരം മുഴങ്ങും, പരിശുദ്ധ അമ്മ സംസാരിക്കും, ആ ഒരു ഇത് വരും. എങ്കിലും മനുഷ്യരുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഷീസ് അലോൺ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പലപ്പോഴും അൺസർട്ടനിറ്റി ഉണ്ട്. ഇപ്പോഴായാലും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും അൺസർട്ടനിറ്റി, ഞാൻ അതിനെ അനുവദിച്ചു. നമ്മളൊരു ഗ്രേറ്റർ ട്രൂത്തിലേക്ക് അല്ലെങ്കിൽ ഗ്രേറ്റർ റിയാലിറ്റി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ പദ്ധതിയിൽ അങ്ങനെ മുന്നേറണം, അങ്ങനെ ഒരു ഇതിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എല്ലാതും ഇങ്ങനെ സേർട്ടനായി ഉറപ്പിച്ച് അങ്ങനെ പോയാൽ നമ്മൾ ഒരു റിസ്ക് എടുക്കില്ല, ഒരു ചാലഞ്ചില്ല. അപ്പോൾ നിന്നോടത്ത് തന്നെ ഇങ്ങനെ തിരിയുണ്ടാവും, നമ്മൾ മുന്നോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടാവില്ല. ഇതൊരു റിസ്ക് എടുത്ത ഒരു ചാട്ടം, അതല്ലേ ഫെയ്ത്തിനെ പറ്റി പറയും ഇറ്റ് ഈസ് എ ലീപ്പ് ഇൻ ടു ഡാർക്ക്നെസ്. കാണാൻ പറ്റാത്തൊരിതിലേക്കാണ് ദൈവം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഒരു ചാടാണ്. അങ്ങനെ പല ലീപ്പുകളും ചാട്ടങ്ങളും ചാടുമ്പോൾ നമ്മൾ കുറച്ച് നോക്കുമ്പോൾ അതെ അവിടെ എത്തി, കുറേ ചാടി. അല്ലെങ്കിൽ ഇത് എല്ലാം ഉറപ്പിച്ച് എൻ്റെ കൂടെ ഒരു 100 പേരുണ്ടെന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് ഓരോന്ന് ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാവും. കുറേ നേരം കഴിഞ്ഞ് നോക്കുമ്പോഴും നമ്മൾ അവിടെ തന്നെ ഉണ്ടാവും. പണ്ടൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഗേറ്റിൻ്റെ അവിടെ നിന്ന് റോഡ് വരെ ഒരു കാർ എടുക്കാമെന്ന് വിചാരിച്ചോ, ഗേറ്റിൻ്റെ അവിടെ നിന്ന് റോഡ് വരെ ഓടിച്ചു, തിരിച്ചു വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു, ഗേറ്റ് തൊട്ട് വീട് വരെ, വീട് തൊട്ട് ഗേറ്റ് വരെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക. അവസാനം മീറ്റർ നോക്കുമ്പോൾ കുറേ കിലോമീറ്റർ പോയിട്ടുണ്ട്, പക്ഷെ വണ്ടി എവിടെ എത്തി? വണ്ടി ഇവിടെ തന്നെ കമ്പൗണ്ടിൽ. അതുപോലെ ആയിരിക്കും, കുറേ ഓടുണ്ട്, കുറേ ചെയ്യുന്നുണ്ട്, പക്ഷെ നേരെ റൗണ്ട് ആൻഡ് റൗണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ല 25 വർഷം മുമ്പ് സിസ്റ്ററാവാൻ പോയത്. അപ്പം ആ സിസ്റ്റർ ആവുക എന്നുള്ള പ്രോസസ്സിൽ കർത്താവ് എന്നെ ഇങ്ങനെ നയിച്ചിട്ടുണ്ട് അഹെഡ്. മനുഷ്യർക്ക് കാണണമെന്നില്ല, പക്ഷെ ഉള്ളിലെ റിലീജിയസ് സന്യാസി എന്നുള്ളത് 25 വർഷത്തെ പഴക്കമുള്ള ആ ഒരു ക്വാളിറ്റി കർത്താവ് കാണണത് ആയിരിക്കണമെന്നില്ല മനുഷ്യർ കാണേണ്ടത്, അത് വേറെ കാര്യം. അപ്പം ഈ ഒരു ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, അതായത് നമ്മളോട് ദൈവം നമ്മുടെ ഹൃദയത്തിലൊരു കാര്യം പറഞ്ഞാൽ
അത് നമ്മളോടല്ലേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ഉള്ളിൽ ദൈവം പറഞ്ഞത് വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം നാച്ചുറലി ദേ ഡോണ്ട് നോ, ദേ വോണ്ട് അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ബിഗിനിങ് ഐ വാസ് ലൈക്ക്, ഞാൻ ഇങ്ങനെ കോൺഗ്രിഗേഷനിൽ എല്ലാവരും കണ്ണിലുണ്ണിയായിട്ട് നടക്കുന്ന സമയമാണ്. ആ കണ്ണിലുണ്ണിയായിട്ട് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കോൾ വിതിൻ ദ കോളിൻ്റെ സ്റ്റേറിങ്ങും കാര്യങ്ങളും വന്നപ്പോൾ എല്ലാവരും, ഇവൾക്ക് എന്ത് പറ്റി, ഈ സിസ്റ്ററിന് എന്ത് പറ്റി? കാരണം എനിക്ക് എന്ത് ഉള്ളിൽ കേൾക്കുന്നോ, എന്തിലേക്ക് ഇങ്ങനെ കർത്താവ് നയിച്ചുകൊണ്ടിരിക്കുന്നോ അത് മറ്റൊരാൾക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ട്, എന്താ ഞാൻ ഇത്രയും ഓണസ്റ്റായിട്ട് ജെന്യുവനായിട്ട് ഇങ്ങനെ ഇവിടെ ജീവിച്ചിട്ട് ഞാനൊരു സത്യം പറയുമ്പോൾ എന്താ ഇവർക്ക് മനസ്സിലാവാത്തെ? അങ്ങനെ കുറച്ച് നാളുണ്ടായിരുന്നു. എങ്കിലും കർത്താവ് പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞത് അവർ കേട്ടിട്ടില്ല. അപ്പം ഇങ്ങനെ അവർ സപ്പോർട്ട് ചെയ്യുക, അവരിങ്ങനെ കൂടെ നിൽക്കുക. പരിശുദ്ധ അമ്മയുടെ കാര്യം എടുത്ത് നോക്ക്. പരിശുദ്ധ അമ്മയോട് നീ പരിശുദ്ധാത്മാനാൽ ഗർഭസ്ഥയാവെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ കേട്ടിട്ടില്ലല്ലോ. അപ്പം അവർ നോക്കുമ്പോൾ ഷീസ് പ്രഗ്നൻറ്റ്. അപ്പം അവർക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ അങ്ങനത്തെ ഒന്നും അറിയില്ലല്ലോ. പക്ഷെ പരിശുദ്ധ അമ്മ ഉള്ളിൽ, പരിശുദ്ധ അമ്മയ്ക്ക് അറിയുന്നത്, ഓ എന്നോട് ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞത് ഞാനല്ലേ കേട്ടിരിക്കണേ, ആ പറഞ്ഞതിൻ്റെ ആ പാക്കേജിൽ അവസാനത്തെ നിമിഷം വരെ ഞാനിത് ജീവിക്കും. ദൈവത്തിന് നമ്മളിലൂടെ ഒരു വലിയ കാര്യം ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ ഒറ്റയ്ക്ക് കിട്ടണം. ഒരു 10 ആൾക്കാരെ കൺവിൻസ് ചെയ്യുമ്പോഴേക്കും ഈ കാര്യം മുന്നോട്ട് നീങ്ങില്ല അല്ലേ? നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ് കൂടുകയാണെങ്കിൽ 2 പേർക്ക് 2 അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്നും ഒന്നിച്ച് കിട്ടണമെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും. ഈച്ച് ഹ്യൂമൻ ബീയിങ് ഈസ് എ കോംപ്ലിക്കേറ്റഡ് പേഴ്സൺ. എ ലോട്ട് ഓഫ് തിങ്സ് ആർ ഗോയിങ് ഓൺ ഇൻ എ പേഴ്സൺ. 2 പേരും കൂടി ഒന്ന് ഒരുമിച്ച് യോജിക്കണമെങ്കിൽ എന്ത് പാട്. അതുകൊണ്ട് വചനം പറയുന്ന, ഭൂമിയിൽ നിങ്ങൾ 2 പേര് യോജിച്ച് ചോദിച്ചാൽ അതാ 2 പേര് തന്നെ യോജിച്ച് ചോദിക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. എന്നിട്ടാണ് നിങ്ങൾ 7 പേര്, എന്നിട്ട് 7 പേര് യോജിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമല്ല. എന്താ 2 പേരൊന്ന് യോജിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. സ്പെഷ്യലി 2 പേര്, ഒരാളിങ്ങനെ കുറച്ചൊരു ഇങ്ങനെ സ്ലോ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ എഗ്രി ചെയ്ത് അത് വേറെ കാര്യം. പക്ഷെ 2 സ്ട്രോങ് ആൾക്കാർ ഇങ്ങനെ 2 തരത്തിൽ ഇങ്ങനെ സ്വതന്ത്രമായി ചിന്തിച്ച് ഇത് സിസ്റ്റർ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ് അത് യോജിക്കണമെങ്കിൽ ഭയങ്കര പാട്. അപ്പൊ ദൈവത്തിന് വലിയൊരു കാര്യം നടത്തണമെങ്കിൽ ഒരു 10 പേര് ഒരുമിച്ച് വെച്ചിട്ട് അവരിങ്ങനെ യോജിച്ച് അവർ തമ്മിലിങ്ങനെ ഐക്യപ്പെട്ട് വരുമ്പോഴേക്കും ഒരു സ്റ്റെപ്പ് എടുത്ത് അടുത്ത സ്റ്റെപ്പ് എടുക്കണമെങ്കിൽ എന്തോരം നാൾ വരും. അതുകൊണ്ട് ദൈവം എന്നോട് ചെയ്യേണ്ട കാര്യം എന്നോട് പറയുമ്പോൾ അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം ദൈവത്തിൻ്റെ കൂടെ. വേറൊരാളെ കൂട്ടുപിടിച്ച് സപ്പോർട്ടുണ്ടോ അവരിതുണ്ടോ അതെന്ന് നോക്കിയത് ഈ കാര്യം മുന്നോട്ട് പോയില്ല. ഒരാളോട് പറഞ്ഞ പോലെ അപ്പോൾ അയാൾക്ക് ഈ ഒരു ഇത് എടുക്കേണ്ടി വരും. എന്ത്? മറ്റുള്ളവർ മനസ്സിലാക്കണില്ല, മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നു, മറ്റുള്ളവർ സപ്പോർട്ടില്ല, അങ്ങനത്തേക്ക് എടുക്കേണ്ടി വരും. അത് ഈ പാക്കേജിലുള്ളതാ. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ ഓരോ വിളിയുണ്ടെങ്കിൽ അത് നിന്നോട് മാത്രം പറഞ്ഞതല്ലേ ഒരു സീക്രട്ടായിട്ട്, നാട്ടുകാർക്ക് അറിയില്ല. പിന്നെ നീ നാട്ടുകാരോട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരെങ്ങനെ സപ്പോർട്ട് ചെയ്യും? അപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണ്ടേ? ദൈവം ഉണ്ടല്ലോ, ദൈവം പോരെ. ആവില്ല അമ്മ ത്രേസ്യ എന്താ പറയുന്നേ? ഗോഡ് അലോൺ സഫൈസസ്. ദൈവം മാത്രം മതി. പിന്നെ എന്തിനാ നിനക്ക് 100 ആൾക്കാർ? അതാണ് ആ ദൈവമായിട്ടുള്ള ബന്ധം ഉണ്ടാകുമ്പോഴാണ് ദൈവം മതി. ദൈവം ഉണ്ടല്ലോ എന്ന്. ദൈവമായിട്ട് ആ ബന്ധമില്ലെങ്കിൽ ആരാ ദൈവം എന്ന് അറിയില്ല. ഇത് ആരെയാള് ഓക്കെ. അപ്പോൾ അതാണ് ഒരു കാര്യം. എനിക്ക് ഒറ്റയ്ക്കാൻ തോന്നിയിട്ടില്ല. പക്ഷെ അതേസമയം ഇങ്ങനെ ഡീപ്പായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ദിവസങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഇത് വരും. ഞാൻ ഒറ്റയ്ക്കാണോ, ആരും മനസ്സിലാക്കുന്നില്ല. നമുക്കൊരു ചെറിയൊരു സ്വഭാവം മനുഷ്യർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത്, ഞാൻ പറഞ്ഞ എല്ലാവരും മനസ്സിലാക്കണം, വിശ്വസിക്കണം. വേറൊരാൾ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. ഞാനല്ലേ പറയണേ, അവർക്കെന്താ വിശ്വസിച്ചൂടെ? ഞാൻ പറയുമ്പോൾ അവർക്കെന്താ സപ്പോർട്ട് ചെയ്തൂടെ? എന്നാൽ വേറൊരാൾ പറയുമ്പോൾ ഞാൻ വിശ്വസിക്കില്ല, അത് വേറെ കാര്യം. അപ്പോൾ പ്രാർത്ഥന പേഴ്സണൽ പ്രെയർ ജീവിതത്തിൽ കുറയുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ പ്രാർത്ഥന കുറഞ്ഞ ചില ദിവസങ്ങളിലൊക്കെ എനിക്കിങ്ങനെ ഇത് മുന്നോട്ട് വലിച്ചാൽ നീങ്ങും, എവിടം വരെ എത്തും ഇത്? എല്ലാം ഒരു പുതിയൊരു കാര്യം തുടങ്ങാന്ന് വെച്ചാൽ എല്ലാം ഫ്രം ദ ബിഗിനിങ്. ആൾക്കാർ സഹായിക്കാനുണ്ടാവും, അവർ കുറച്ച് സമയത്തിന് സഹായിച്ച് അവർ പോയി.
ഫ്രം ദ ബിഗിനിങ് ആ 2015 തൊട്ട് ഈ ഒരു ആശ്രമത്തിൻ്റെ ആരംഭം 2015 തൊട്ട് ഇത്രയും വർഷക്കാലം ആദ്യം മുതൽ ഇതേ വരെ ഉണ്ടായിരുന്ന ഒരൊറ്റ മനുഷ്യനും ഇല്ല അല്ലേ? നിങ്ങൾ ആദ്യം മുതൽ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളുള്ളപ്പോൾ ആദ്യം ഉണ്ടായിരുന്നവരിപ്പോൾ ഇല്ല. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ദൈവം പറഞ്ഞിട്ടല്ലേ ചെയ്യണേ, ദൈവത്തിൻ്റെ ഒരു ഹിതല്ലേ. അപ്പം ആ ദൈവം ആണ് മെയിൻ. ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൂ. അപ്പം ഞാൻ ഒറ്റയ്ക്കാന്ന് വെച്ചാൽ ഇപ്പം ഞാൻ വലിയ ആളായി. ദൈവം ചെയ്യേണ്ട കാര്യം ദൈവം ചെയ്യുമ്പോൾ ദൈവം എന്നോട് സഹകരിക്കാൻ പറയുമ്പോൾ ഞാനൊന്ന് കൂടെ സഹകരിക്കുന്നു. അപ്പോൾ നല്ല പ്രാർത്ഥനയുടെ അഭിഷേകങ്ങളൊക്കെ ദിവസം എനിക്ക് ഐ ഡോണ്ട് ഫീൽ ലോൺലി. അതുകൊണ്ട് ഐ ഡോണ്ട് മിസ് പ്രെയർ ഹൗസ്. കാരണം പ്രാർത്ഥിച്ചില്ലെങ്കിൽ പക്ഷേ അത് കുറച്ചൊരിത് വരുമ്പോഴേക്കും ഞാൻ പിന്നെ പഠിച്ചു, കണ്ടുപഠിച്ചു, കൊണ്ട് പഠിക്കാൻ നിൽക്കണില്ല.